നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഓർമ്മച്ചുരുളിൻ്റെ 10ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒറ്റപ്പെടലിൻ്റെ കാലം. തൻ്റെ എല്ലാമായിരുന്ന വ്യക്തിയുടെ വിരഹം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒറ്റപ്പെടലിൽ പകച്ചുപോയ നിമിഷങ്ങൾ എങ്ങനെ ഞാൻ തള്ളി നീക്കിയെന്നറിയില്ല. ഒരഗാധ കുഴിയിൽ പെട്ടുപോയ ഭ്രാന്തമായ അവസ്ഥയായിരുന്നു. ദൂരെ താമസിച്ചിരുന്ന എൻ്റെ പ്രായമായ മാതാപിതാക്കൾ ആകെ വിഷമത്തിലായി. സഹോദരങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വന്നു. പക്ഷേ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരും നിസ്സഹായരായി പോകുമല്ലോ. സ്നേഹനിധികളായ ഒരുപാട് സ്നേഹിതരും എനിക്ക് താങ്ങായി കൂടെ നിന്നു. എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ ബലം. അവർ അമ്മയുടെ തകർന്ന അവസ്ഥയിൽ സംയമനത്തോടെ ഇടങ്കയും വലങ്കയുമായി മാറിയിരുന്നു. അവരുടെ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും പരീക്ഷയും മൂത്തമകളുടെ എൻട്രൻസ് പരീക്ഷയും ഒക്കെ എങ്ങനെ അവർ എഴുതിയെന്നറിയില്ല. രണ്ടുപേരും നല്ല മാർക്കോടെ പാസ്സായി മുന്നോട്ട് പഠിക്കാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? താങ്ങും തണലുമായി മാറിയ 2 കുടുംബങ്ങൾ. ആർക്കെന്ത് സംഭവിച്ചാലും കാലങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും, അതെനിക്ക് ബോധ്യമായി. ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകവേ കുട്ടികളെ പഠിക്കാൻ ദൂരെ വിടാൻ പോലും എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഒരു കൂട്ടിനു വേണ്ടി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് വീട്ടിൽ എല്ലാവരും എന്നെ ഉപദേശിച്ചു. ഇപ്പോൾ കൂടെ ഉള്ളവരാരും കുറേ കഴിഞ്ഞുണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോൾ അതേപ്പറ്റി മനസ്സിരുത്തി ആലോചിക്കാൻ മടിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെയാകും, ആർക്കും സഹായിക്കാൻ പറ്റാതെയാകും എന്നൊക്കെ പറഞ്ഞു. ബാബു, അമ്മച്ചിയും സഹോദരങ്ങളും പിന്നെ എൻ്റെ മക്കളും കൂടി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ഞാൻ സമ്മതം മൂളി. തലേ ദിവസമൊക്കെ ഞാൻ അനുഭവിച്ച ദുഃഖവും മാനസികാവസ്ഥയും എനിക്കിപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഞാൻ എങ്ങനെ ആ സമയം കടന്നിവിടെ വരെ എത്തി എന്നെനിക്കറിയില്ല. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിനൊടുവിൽ ഒറ്റപ്പെട്ടിരുന്ന ഞങ്ങളുടെ 2 കുടുംബങ്ങൾ ഒന്നായി. തുല്യ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളായതുകൊണ്ട് ഒറ്റപ്പെടലിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ 4 മക്കളുടെ മാതാപിതാക്കളായി മാറി. ഒരേ പ്രായക്കാരായ കുട്ടികൾ അവരുടെ ദുഃഖവും മറന്നു. പണ്ടേ ഒരുമിച്ച് ജനിച്ചു വളർന്ന പോലെ 4 സഹോദരികളായി അവർ മാറി. അവരുടെ പഠനം, ജോലി, വിവാഹം തുടങ്ങിയെല്ലാം ഞങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നടത്തി. ഇന്നവർ കുടുംബസമേതം ജോലിസ്ഥലത്ത് കുടുംബമായി ജീവിക്കുന്നു. എന്ത് കാര്യം നടന്നാലും പല അഭിപ്രായങ്ങൾ ചുറ്റും നിന്നും വരുമല്ലോ. കുറ്റം പറഞ്ഞവർക്ക് ഞങ്ങൾ അന്ന് അനുഭവിച്ച ഒറ്റപ്പെടൽ മനസ്സിലായില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു കൂട്ടുകുടുംബം സന്തോഷകരമായും വിജയകരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതും ഞങ്ങൾക്കുള്ള ഒരു ജീവിതത്തിലുള്ള ഒരു പൊൻതൂവലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാൾ വഴികൾ കൊണ്ട് ജീവിതത്തിലുണ്ടായ മുറിവുകൾ ഉണങ്ങിയെങ്കിലും അതിൻ്റെ മുറിപ്പാടുകൾ ഇന്നും പച്ചയായി തന്നെ ഉണ്ട്. അത് നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ഓരോ വ്യക്തിജീവിതവും 1000 അനുഭവങ്ങളുടെ ഒരു വൻ ഭാണ്ഡമാണ്. അതോരോന്നും എത്രമാത്രം കൃത്യതയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം. ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ.